നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 14 പുതിയൊരു ദശകം തുടങ്ങുകയാണ്. കപിലാവതാരം. ഇതിൻ്റെ വൃത്തം വസന്തമാലിക. ഭഗവാൻ വരാഹരൂപിയായിട്ട് അവതരിച്ച് ഭൂപ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം ഇനി മനുവിൻ്റെ പ്രജാപരിപാലന പ്രകാരമാണ് 14ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം ദേ കഥയൻ സുഖം നിനായ. സമനു സ്മൃത താവകാംഗ്രി യുഗ്മ സമനുഹു പങ്കജ സംഭവാംഗജന്മ നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പങ്കജ സംഭവാംഗജന്മ സഹ ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു, സഹ മനുഹു ആ മനു, സമനുസ്മൃത താവകാംഗ്രിയുഗ്മ നിദ്രോടിയുടെ പാതാരവിന്ദങ്ങളെ വേണ്ട മാതിരി സ്മരിച്ചുകൊണ്ടും തേ ചരിതം കഥയൻ അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ടും നിജം അന്തരം തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം അന്തരായ ഹീനം സുഖം നിനായ യാതൊരു തടസ്സവും കൂടാതെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി. എല്ലാവർക്കും ഒരു തടസ്സവും ഇല്ലാതെ കാലം കഴിക്കാൻ ശരിയായ അവലംബം ഭഗവത് സ്മരണവും ഭഗവത് കഥാകീർത്തനവുമാണ് എന്നിവിടെ വ്യംഗ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 21 മുതൽ 24 കൂടിയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം. ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു നിന്ദ്രുവടിയുടെ പാതാരവിന്ദങ്ങളെ വേണ്ടമാതിരി സ്മരിച്ചുകൊണ്ടും അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ടും തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായി കഴിച്ചുകൂട്ടി. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.